തൃശൂർ തിരൂർ സഹകരണ ബാങ്കിൽ പെട്രോളുമായി വയോധികയുടെ പ്രതിഷേധം. പോട്ടാർ സ്വദേശിനി സരസ്വതിയാണ് തിരൂർ സഹകരണ ബാങ്കിലെത്തി പ്രതിഷേധിച്ചത്. ജപ്തി ചെയ്ത വസ്തു ബാങ്ക് വിൽപ്പന നടത്തിയെങ്കിലും ശേഷിക്കുന്ന പണം തിരികെ നൽകിയില്ല എന്ന് പറഞ്ഞായിരുന്നു സരസ്വതിയുടെ പ്രതിഷേധം. മണ്ണൊഴിക്കാനല്ല അതെ കാത്തൊന്നും പറയുന്നത് എടുക്ക അവിടേക്ക് അത് പിടിക്ക് ഒഴിക്കണ്ട അത് ഒഴിക്കണ്ട വഴിണ്ട് അവിടെ നിക്ക് വീഡിയോ എടുക്കടാ വീഡിയോ എടുത്തടാ. വിവരങ്ങളുമായി ലെവിൻ കെ വിജയനാണ് ചേരുന്നത്. ലെവിൻ, ഏറെ ഗൗരവകരമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്, പ്രശ്നം തന്നെയാണ്. ഏത് രീതിയിലാണ് ഇപ്പോൾ ആ സ്ത്രീയെ അനുനയിപ്പിച്ചിട്ടുണ്ടോ? കൂടുതൽ വിവരങ്ങൾ. തൃശ്ശൂരിലാണ് ബാങ്കിലെത്തി വയോധികയുടെ ആത്മഹത്യാ ശ്രമം ഉണ്ടായിരിക്കുന്നത്. തിരൂർ സഹകരണ ബാങ്കിൽ പെട്രോളുമായി വയോധികയുടെ പ്രതിഷേധമാണ്. പോട്ടാർ സ്വദേശിനി സരസ്വതിയാണ് തിരൂർ സഹകരണ ബാങ്കിലെത്തി പ്രതിഷേധിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ലെവിൻ കെ വിജയനാണ് ചേരുന്നത്. ലെവിൻ, നിലവിലെ സാഹചര്യം എന്താണ്? സ്വാതി, ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ പ്രതിഷേധം നടന്നത്. തൃശൂർ തിരൂരിലെ സഹകരണ ബാങ്കിലെത്തിയാണ് ഈ പോട്ടാർ സ്വദേശിയായ സരസ്വതി പെട്രോൾ കന്നാസുമായി എത്തി പ്രതിഷേധം നടത്തിയത്. ഇവർ പറഞ്ഞത് തന്റെ 23 സെന്റ് വസ്തു ബാങ്കിൽ ഈട് വെച്ച് പണയമെടുത്തതിനെ തുടർന്ന് ജപ്തി മറികടക്കുന്നതിനായി ഈ ബാങ്കിന് തന്നെ ഈ വസ്തു വിൽപ്പന നടത്താൻ അനുമതി നൽകി. എന്നാൽ വിൽപ്പന നടത്തിയതിനു ശേഷം തനിക്ക് അത് ബാക്കി ലഭിക്കേണ്ട പണം, അതായത് ബാങ്കിന്റെ കടം ഈടാക്കിയതിനു ശേഷം തനിക്ക് ബാക്കി ലഭിക്കേണ്ട പണം അത് കിട്ടിയില്ല. 10 ലക്ഷത്തോളധികം രൂപ ഇത്തരത്തിൽ തനിക്ക് തിരികെ ലഭിക്കണം. പക്ഷേ ബാങ്ക് 2 ലക്ഷം രൂപ മാത്രമാണ് തരാൻ തയ്യാറായത്. ഇത് തനിക്ക് ജീവിക്കാൻ മറ്റു മാർഗങ്ങളില്ലാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ പണം മതിയാവില്ല എന്നുള്ള കാര്യം പറഞ്ഞ് ബാങ്ക് അധികൃതരെ ബന്ധപ്പെട്ടിരുന്നു. പക്ഷെ പലതവണ പരാതി അറിയിച്ചിട്ടും തുടർ നടപടികൾ ഇല്ലാതെ പോയതിനെ തുടർന്നാണ് ഈ സരസ്വതി ഇന്ന് ഉച്ചയോടുകൂടി ബാങ്കിലെത്തിയതും കന്നാസ് പെട്രോൾ നിറച്ച് തലയിലൂടെ ഒഴിച്ച് പ്രതിഷേധിച്ചതും ആത്മഹത്യ ചെയ്യാൻ പോകുന്നു എന്നുള്ള ഭീഷണി മുഴക്കുകയും ബാങ്ക് അധികൃതർ ഇവരെ തടയുകയും ഒക്കെയായിരുന്നു. ഈ പ്രതിഷേധത്തിനിടയിൽ സരസ്വതിക്ക് ശാരീരിക അസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു. തുടർന്ന് ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നീട് നടന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ 8 ലക്ഷം രൂപ വരെ നൽകാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ബാങ്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ അന്തിമമായ ആ തീരുമാനം നടപ്പിലാക്കിയിട്ടില്ല, അല്ലെങ്കിൽ അത് ആ പണം നൽകുമെന്നുള്ള കാര്യം ഇവരെ അറിയിച്ചിട്ടില്ല. സമവായ ചർച്ചകൾ അടക്കം നടന്നു വരികയാണ്. ഈ തനിക്ക് കിട്ടാനുള്ള പണം ലഭിക്കാത്തതിനെ ചൊല്ലി കടുത്ത മാനസിക സംഘർഷത്തിലായതിനെ തുടർന്നാണ് സരസ്വതി ഇപ്പോൾ ആത്മഹത്യാ ശ്രമം നടത്തിയിരിക്കുന്നത്. ഇവരിപ്പോൾ ആശുപത്രിയിലാണ്. സ്വാതി. ശരി ലെവിൻ, തൃശൂർ തിരൂർ സഹകരണ ബാങ്കിലാണ് പെട്രോളുമായി വയോധികയുടെ പ്രതിഷേധം നടന്നത്.